മഹാനായ പണ്ഡിതൻ ഇമാം അന്നവവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, വല ഖബ്റൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു എന്ന ഇമാം മുസ്ലിമിന്റെ സഹീഹിലെ നമ്മൾ തുടക്കത്തിൽ കേട്ട ഹദീസിന്റെ ഷറഹ് മുസ്ലിമിൽ അദ്ദേഹം പറഞ്ഞു, ഫീഹി അന്ന സുന്നത, ഈ ഹദീസിലുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്നാൽ അന്നൽ ഖബ്റ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കതീറൻ, ഒരു ഖബർ ഭൂമിയിൽ നിന്നും വല്ലാതെ ഉയർത്തരുത്, വലാ യുസന്നം, അതുപോലെ തന്നെ അതിന്റെ അഗ്രം മുകളിലുള്ള ഭാഗം കൂർപ്പിച്ചു വെക്കുകയും ചെയ്യരുത്, ബൽ യുർഫഉ നഹ്വ ശിബ്രിൻ, ഒരു ചാൺ മാത്രമാണ് ഖബർ ഉയർത്തേണ്ടത്, വയുസത്തഹ്, അതുപോലെ തന്നെ അതിന്റെ മുകളിൽ പരത്തി വെക്കുകയും വേണം. ഈ പറഞ്ഞത് വഹാബികൾ ഉണ്ടാക്കിയ നിയമമാണ് എന്നല്ല. ഇമാം അന്നവവി രണ്ടാം ശാഫിഈ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, വഹാദാ മദ്ഹബു ശാഫിഈ, മുസ്ലിയാക്കന്മാരുടെ തലഭാഗത്ത് കിടന്നുറങ്ങുന്ന കിതാബിലുള്ള വാക്കാണിത്. വഹാദാ മദ്ഹബു ശാഫിഈ, ഇതാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലയുടെ മദ്ഹബ്. വമൻ വാഫഖഹു, അദ്ദേഹത്തോട് യോജിക്കുന്നവരുടെയും. സഹോദരങ്ങളെ, ശാഫിഈ മദ്ഹബ് ഇങ്ങനെയാണ്. അന്ന സുന്നത എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ സ്ഥിരപ്പെട്ടു വന്നത്, അവിടുന്ന് പഠിപ്പിച്ചത് ഖബർ അധികം ഉയർത്തരുത്, അതിന്റെ മുകൾ ഭാഗം കൂർപ്പിച്ചു വെക്കരുത്, മറിച്ച് ഒരു ചാണ് വരെ ഉയർത്തുകയും മുകൾ ഭാഗം പരത്തി വെക്കുകയുമാണ് വേണ്ടത് എന്നാണ്. ഇതാണ് ശാഫിഈ മദ്ഹബിലെ നിയമം.